ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ എന്താണ് മസിലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? അത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ രണ്ട് പ്രോട്ടീൻസിൻ്റെ പേരുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ആക്റ്റിനും മയോസിനും. ഓർമ്മയുണ്ടോ? ആക്റ്റിനും മയോസിനും. ആക്റ്റിൻ എങ്ങനെയുള്ളതാണെന്നാണ് ടീച്ചർ പറഞ്ഞത്? തിന്നാന്ന് പറഞ്ഞു അല്ലേ? മയോസിൻ തിക്കാന്ന് പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവർ രണ്ടുപേരുമാണ്. ആര്? ആക്റ്റിനും മയോസിനുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. അതായത് കൺട്രാക്ഷൻ സാധ്യമാക്കാൻ സഹായിക്കുന്ന രണ്ട് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഈ ആക്റ്റിനും മയോസിനുമാണ്. ഇവർ രണ്ടുപേരാണ് എന്ത്? നമ്മുടെ കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. ഇനി നമ്മൾ ഇവരുടെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? എന്താണ്? ആക്റ്റിനും മയോസിനും ആണ് നമ്മുടെ മെയിനായിട്ടുള്ള കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. നമ്മൾ ഇവരുടെ സ്ട്രക്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോക്കിക്കേ, ആക്റ്റിൻ പറഞ്ഞായിരുന്നു ടീച്ചർ. എന്താന്നാ പറഞ്ഞേ? തിന്നായിട്ടുള്ള ഒരു ഫിലമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ്? തിന്നായിട്ടുള്ള ഒരു ഫിലമെന്റ് ആണ് നമ്മുടെ ആക്റ്റിന്. ഈ ആക്റ്റിൻ ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് ഫിലമെന്റസ് ആക്റ്റിൻ ചേർന്നാണ്. എന്താണ്? 2 ഫിലമെന്റസ് ആക്റ്റിൻ ചേർന്നാണ് നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ് അല്ലെ ആക്റ്റിൻ എന്ന നമ്മുടെ കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഫോം ചെയ്തിരിക്കുന്നത്. ഈ 2 ഫിലമെന്റസ് ആക്റ്റിൻ അല്ല, അതിനെ എഫ് ആക്റ്റിൻ എന്ന് പറയും കേട്ടോ. 2 ഫിലമെന്റസ് ആക്റ്റിൻ നമ്മൾ എന്താണ്? എഫ് ആക്റ്റിൻ. അപ്പം ഈ എഫ് ആക്റ്റിൻ ചേർന്നാണ് നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിലെ മോണോമർ യൂണിറ്റ്, അതായത് 2 ഫിലമെന്റസ് ആക്റ്റിൻ ചേർന്നാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. ഇതിന്റെ മോണോമർ എന്ന് പറയുന്നത്, അതായത് മോണോമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംഗിൾ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ജി ആക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ ആണ്. ഏതാണ്? ജി ആക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ. ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഈ ജി ആക്റ്റിൻ ചേർന്നാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? എഫ് ആക്റ്റിൻ അല്ലെങ്കിൽ നമ്മൾ 2 ഫിലമെന്റസ് ആക്റ്റിൻ ഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആക്റ്റിൻ എടുക്കുകയാണെങ്കിൽ ആക്റ്റിൻ ഇങ്ങനെ നമ്മുടെ മുത്തുമാലയൊക്കെ പോലെ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ അടുപ്പിച്ച് ചേർന്ന് ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ എഫ് ആക്റ്റിൻ ഇരിക്കുന്നത്. ആക്റ്റീവ് ഫിലമെന്റ് ഇരിക്കുന്നത് എങ്ങനെയാണ്? ഹെലിക്കലി വൂണ്ടഡ് ഇങ്ങനെ. നമ്മുടെ DNA സ്ട്രക്ചർ എങ്ങനെയാണ്? ഹെലിക്കലി അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതും ഇങ്ങനെ ഹെലിക്കലി ഒരുമിച്ച് ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ് എന്താ? നമ്മുടെ ആക്റ്റിന്റെ സ്ട്രക്ചർ. ഇതിൽ എന്താണ്? ജി ആക്റ്റിൻ ചേർന്നാണ് എന്താ? എഫ് ആക്റ്റിൻ ഫോം ചെയ്തിരിക്കുന്നത്. 2 ഫിലമെന്റസ് ആക്റ്റിൻ ചേർന്നാണ് നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ആക്റ്റിനിൽ 2 പ്രോട്ടീൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് 2 പ്രോട്ടീൻസ് ഉണ്ട്. അതിന്റെ പേരാണ് ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. ഏതാണ്? ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. ഇവരെ നമ്മൾ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയും. എന്താണ്? റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയും. ആക്റ്റിനിൽ 2 പ്രോട്ടീൻസ് ഉണ്ട്. ഏതാണ്? ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. ഇവരെ നമ്മൾ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയുന്നു. ഇനി ഈ റെഗുലേറ്ററി പ്രോട്ടീൻസിൽ ഫസ്റ്റ് ഓൺ ട്രോപ്പോണിൻ. ഈ ട്രോപ്പോണിൻ റെഗുലർ ഇന്റർവെൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഒരുമിച്ച് അടുപ്പിച്ചല്ല ഇരിക്കുന്നത്. എന്താണ്? ഇന്ന ഒരു സ്ഥലത്ത് കണ്ടു, പിന്നെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സ്ഥലത്ത്, അങ്ങനെ ഇച്ചിരി മാറിയായിട്ടാണ് എന്ത്? റെഗുലർ ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഈ ട്രോപ്പോണിൻ കാണപ്പെടുന്നത്. ഈ ട്രോപ്പോണിൻ പിന്നെ എന്തുകൂടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മയോസിന്റെ ആക്റ്റീവ് സൈറ്റിനെ എന്ത് ചെയ്യുന്നു? മാസ്ക് ചെയ്ത് വെക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഈ ട്രോപ്പോണിനാണ്. ഏത് സ്റ്റേറ്റിൽ? റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ. അതായത് നമ്മുടെ മസിൽ റെസ്റ്റിംഗ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മാസ്ക് ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ അറ്റ് റെസ്റ്റിംഗ് ടൈം. റെസ്റ്റിംഗ് ടൈമിൽ എന്ത് ചെയ്തിരിക്കുന്നു? മാസ്ക് ചെയ്ത് വെക്കുന്നതും ആരാണ്? നമ്മുടെ ഈ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. എങ്ങനത്തെ പ്രോട്ടീനാണെന്നാ പറഞ്ഞ ടീച്ചർ? റെഗുലേറ്ററി പ്രോട്ടീനായ ട്രോപ്പോണിനാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ മാസ്ക് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ഏതാണ്? തിക്കായിട്ടുള്ള നമ്മുടെ മയോസിൻ ഫിലമെന്റ്. ഏതാണ്? തിക്കായിട്ടുള്ള നമ്മുടെ മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാവുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തിക്കാണ് അല്ലേ? ഇനി ഇതെന്ന് പറയുന്നത് ഒരു പോളിമെറിക് പ്രോട്ടീനാണ്. പോളിമെറിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതലായിട്ടുള്ള ഏതൊക്കെയോ സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിമെറിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഈ പോളിമെറിക് പ്രോട്ടീനാന്ന് പറഞ്ഞു. അതിലൊരു മോണോമെറിക് യൂണിറ്റ് ആണ് ഏത്? മീറോമയോസിൻ എന്ന് പറയുന്നത്. മോണോമെറിക് എന്ന് പറയുമ്പോൾ ഒന്നൊക്കെ പറയും കേട്ടോ. അതിലെ ഏറ്റവും സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറോമയോസിൻ. ഇപ്പുറത്തെ ഏതായിരുന്നു? ജി ആക്റ്റിൻ ആയിരുന്നു. ഇവിടുത്തെ ഏതായിരുന്നു? മീറോമയോസിൻ ആന്ന് പറഞ്ഞു.
ഇനി ഈ മീറോമയോസിന് രണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉണ്ട്. ഏതാണ്? പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതാണ്? ഹെഡ് വിത്ത് ഷോർട്ട് ആമും പിന്നെ ഒരു ടെയിലും ഉണ്ട്. മീറോമയോസിന് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞേ? ഹെഡ് വിത്ത് ഷോർട്ട് ആം, പിന്നെ എന്തും കൂടെ ഉണ്ട്? ഒരു ടെയിലും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഹെഡ് വിത്ത് ഷോർട്ട് ആമും പിന്നെ ടെയിലും ഉണ്ട്. ഇനി ഹെഡിനെ നമ്മൾ HMM എന്ന് പറയും. HMM എന്താണ്? HMM എന്ന് പറയാൻ കാരണം അതൊരു ഹെവി മീറോമയോസിനാണ്. HMM എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി മീറോമയോസിൻ. ഏതാണ്? നമ്മുടെ ഹെഡാണ് ഹെവി മീറോമയോസിൻ. ഇനി ടെയിൽ എന്താന്നാ പറഞ്ഞേ? LMM എന്നാ പറഞ്ഞേ. LMM ഇത് മറക്കില്ല കേട്ടോ. HMM LMM എന്താണ്? എല്ലൊന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? ലൈറ്റ് അല്ലെ? ലൈറ്റ് മീറോമയോസിൻ ആണ്. ഏത്? നമ്മുടെ ഏത് ഭാഗമാണ്? ടെയില്. LMM ആണ്. ഹെഡ് എങ്ങനെയാണ്? HMM ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മീറോമയോസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. ഹെഡ് വിത്ത് ഷോർട്ട് ആം നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹെഡ് എങ്ങനെയാന്ന് പറഞ്ഞ? ഹെവി ആന്ന് പറഞ്ഞു അല്ലെ? ഹെവി മീറോമയോസിൻ ആണ്. ടെയിൽ എന്ന് പറയുന്നത് ഏതാണ്? ലൈറ്റ് മീറോമയോസിൻ. ഇനി മീറോമയോസിൻ എന്താന്നാ പറഞ്ഞേ? നമ്മുടെ മയോസിനിലെ ഏതാണ്? ഒരു മോണോമെറിക് യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മീറോമയോസിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ചിത്രം കാണിക്കാം ടീച്ചറെ. ഇത് കണ്ടോ? ഇതിൽ നമ്മുടെ ഹെഡ് റീജിയൻ ഉണ്ടല്ലോ, അതിന്റെ പ്രൊജക്ഷൻ എങ്ങോട്ടായിരിക്കും? ഔട്ട്സൈഡ് ആണ്. നോക്കിയേ, ചിത്രം നോക്കിക്കേ. നമ്മുടെ ഇതുണ്ടോ? മയോസിൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാ. H സോണും S സോണും എല്ലാം നമ്മൾ കണ്ടതാ. ഇതിലെ നമ്മുടെ മയോസിൻ ആണ് ഇത്. ഈ മയോസിന്റെ ഹെഡ് എങ്ങോട്ടാ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? കണ്ടോ? ഇതാണ് ഹെഡ്. കണ്ടോ? ഇതെല്ലാം ഹെഡ് റീജിയൻ ആണ് മയോസിന്റെ. ഇതെല്ലാം എങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? പുറത്തേക്കാണ് അല്ലെ? പുറത്തേക്കാണ്. നോക്കിയേ, ഈ ചിത്രം നോക്കിക്കേ. ഇതുണ്ടോ? നമ്മുടെ ഹെഡ്, മയോസിന്റെ ഹെഡ് എല്ലാം എങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? പുറത്തേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ഇത് നമ്മുടെ ആക്റ്റീവ് ഫിലമെന്റ് അല്ലെ? ആക്റ്റീവ് ഫിലമെന്റിൽ എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞേ? ഏതൊക്കെ പ്രോട്ടീൻ ഉണ്ടെന്നാ പറഞ്ഞേ? ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. ഇനി മയോസിനിൽ ഏതാണ്? മീറോമയോസിൻ ആണ് അല്ലെ? ഇനി അതിന്റെ HMM ഉണ്ട്, LMM ഉണ്ട്. HMM എന്ന് പറയുമ്പോൾ എന്താണ്? ഹെഡ് റീജിയൻ ആണ്. LMM ടെയിൽ റീജിയൻ വരുന്നത്. അപ്പൊ ഈ ഹെഡ് എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്ന പറഞ്ഞേ? പുറത്തേക്കാണ് ഇതിന്റെ പ്രൊജക്ഷൻ വന്നിരിക്കുന്നത്. നോക്കിയേ ടീച്ചർ, വേറൊരു ചിത്രം കൂടെ കാണിക്കാവേ. മയോസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചിത്രമേ. നോക്കിയോ? ഇത് തന്നെ. ഇത് നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ്. ഇത് നമ്മുടെ ഏതാണ്? മയോസിൻ ഫിലമെന്റ്. കണ്ടോ? ഹെഡ് വിത്ത് ഷോർട്ട് ആം, ദെൻ ടെയിൽ. കണ്ടോ? ഹെഡ് വിത്ത് ഷോർട്ട് ആം വിത്ത് ടെയിൽ. നമ്മുടെ മയോസിൻ മോളിക്യൂള്. ഓക്കെ, നമ്മൾ കണ്ടു. ഇങ്ങനെയാണ് നമ്മുടെ മയോസിൻ പോയിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്തുണ്ടെന്നാ പറഞ്ഞേ? ഹെഡ് റീജിയൻ ഉണ്ട്. ഈ മയോസിന്റെ ഹെഡ് റീജിയന് പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു എൻസൈം ഉണ്ട്. അതാണ് ATPase എൻസൈം. ATPase എൻസൈം. ഏതാണ്? ATPase എൻസൈം. എൻസൈം ഏതാണ്? ATPase എൻസൈം. കണ്ടോ? ഹെഡ് റീജിയനിൽ ATPase എൻസൈം ഉണ്ട്. അതുപോലെ തന്നെ ഇത് എന്താണ്? ATPase ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണെന്ന് പറയണം. ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ ATP. ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ആക്റ്റീവ് സൈറ്റും കൂടെയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ ആരുടെ? മയോസിന്റെ ഈ ഹെഡ് റീജിയൻ. ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ ATP. ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ആക്റ്റീവ് സൈറ്റും കൂടെയാണ് ഏത്? നമ്മുടെ ഈ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരെയും കൂടെ പറയാം നമുക്ക്. നമ്മുടെ ട്രോപ്പോണിനെ ആക്റ്റീവ് ആക്കുന്നത്. ട്രോപ്പോണിൻ ആരുടെ പാർട്ടാണ്? ആക്റ്റിന്റെ പാർട്ട് അല്ല. എന്താണ്? ആക്റ്റിനെ ആക്റ്റീവ് ആക്കുന്ന ഏത് ആക്റ്റീവ് സൈറ്റും കൂടെ ഏതാണ്? ഈ ഹെഡ് റീജിയൻ ആണ്. ഏതാണ്? നമ്മുടെ ഈ മയോസിന്റെ ഹെഡ് റീജിയൻ ആണ്. അപ്പോൾ ഈ ഹെഡ് റീജിയന് 3 പ്രത്യേകത ഉണ്ടെന്നാ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നാമതൊരു എൻസൈം ഉണ്ട് അവിടെ. ഏതാണ്? ATPase എന്ന് പറയുന്ന ഒരു എൻസൈം. അതുപോലെ രണ്ടാമത്തെ എന്താണ്? ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ ATP. ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും ഈ സൈറ്റിൽ വന്ന്. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ ATP ആക്റ്റീവ് ആകും. അപ്പൊ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ ATP. ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ആക്റ്റിനെ ആക്റ്റീവ് ആക്കുന്ന സൈറ്റും ഏത് തന്നെയാണ്?
നമ്മുടെ മയോസിന്റെ ഹെഡ് അല്ലെ, ഹെഡ് റീജിയൻ ആണ്. നോക്കിയേ, ചിത്രം നോക്കിക്കേ, ഇതുണ്ടോ ഹെഡ് കണ്ടോ ഇരിക്കുന്നത്? ഹെഡ് എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്ന പറഞ്ഞേ? ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെയാണ്? പുറത്തേക്കാണ് അല്ലെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹെഡ് റീജിയൻ പുറത്തേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞു ATPase എൻസൈം ഉണ്ട്, ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ആണ്. ആക്റ്റിനെ ആക്റ്റീവ് ആക്കുന്ന സൈറ്റും ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് കൺട്രാക്റ്റീവ് പ്രോട്ടീൻസിൽ നമ്മൾ കണ്ടത്. കണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. തിന്നാണ്, തിക്കാണ് നമ്മുടെ ഫിലമെന്റ്. പിന്നെ എന്താണ്? പുറത്തേക്കാണ് ഹെഡ് റീജിയൻ. അതുപോലെ ATPase എൻസൈം ഉണ്ട് അവിടെ, ബൈൻഡിങ് സൈറ്റ് ഫോർ ATP, ആക്റ്റീവ് സൈറ്റ് ഫോർ ആക്റ്റിൻ. അത് നമ്മൾ ട്രൊപ്പോണിൻ പറഞ്ഞപ്പോൾ എന്താണ്? ട്രൊപ്പോണിൻ ആണ് എന്ത് ചെയ്യുന്നത്? മാസ്ക് മയോസിന്റെ ആക്റ്റീവ് സൈറ്റിനെ ഇങ്ങനെ എന്ത് ചെയ്യുക? മാസ്ക് ചെയ്ത് മൂടപ്പെട്ട് വെച്ചിരിക്കുന്നത്, അല്ല മൂടി വെച്ചിരിക്കുന്ന ആരാണ്? ട്രൊപ്പോണിൻ ആണ്. അപ്പോൾ ആ ഒരു റീജിയൻ ആക്റ്റീവ് ആകണമെങ്കിലും എന്താണ്? നമ്മുടെ ആക്റ്റിനെ ആക്റ്റീവ് ആക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മയോസിന്റെ ആ ഹെഡ് റീജിയൻ ആണ്. പിന്നെ HMM കണ്ടു, LMM കണ്ടു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഏതില്? സ്ട്രക്ചർ ഓഫ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിൽ കാണുന്നത്. ഇതുണ്ടോ? ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൽ കണ്ടില്ലേ? നമ്മുടെ മയോസിന്റെ ഹെഡ് റീജിയന്റെ പ്രൊജക്ഷൻ എങ്ങോട്ടാണ്? പുറത്തേക്കാണ്. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ എങ്ങനെയാ ഓവർലാപ്പ് ചെയ്ത് ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞത് അല്ലെ. തിന്നായ നമ്മുടെ ആക്നി ഫിലമെന്റും മയോസിനും എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്തായിരിക്കുന്നത്. ഇനി ഇവര് തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. അതിനുള്ളിൽ ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. നമുക്കിനി അതിന്റെ ബാക്കിയായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മളെ എന്തൊക്കെയാ കണ്ടേ? കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറാണ് കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. എങ്ങോട്ടാണ്? മസിൽ കൺട്രാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണാൻ പോവാ. എന്താണ് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ? ഇപ്പൊ നമ്മൾ അതിന് മുന്നേ എന്തൊക്കെയാ പറഞ്ഞു വെച്ചത്? ഒന്ന് ഓർത്തെടുത്ത് നോക്കിക്കേ നിങ്ങൾ മൈൻഡിൽ. നമ്മൾ എന്താണ് മൂവ്മെന്റ് എന്താണെന്ന് കണ്ടു, മസിൽ സ്ട്രക്ചർ എന്താണെന്ന് കണ്ടു അല്ലെ. പിന്നെ എന്ത് കണ്ടു? അതിലുള്ള ഓരോരോ പാർട്സുകൾ കണ്ടു. പിന്നെ അതിനകത്തുള്ള പ്രോട്ടീൻസുകൾ കണ്ടു അല്ലെ. ആ പ്രോട്ടീൻസിന്റെ ഓരോരോ പ്രത്യേകതകൾ എന്താണ്, അവരെവിടെയെല്ലാം ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നാ പറഞ്ഞ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഇനി നമ്മുടെ ഈ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ തിയറിയുടെ ബേസിലാണ്. ഏത് തിയറിയാണ്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഏതാണ്? ഇത് മറക്കില്ല കേട്ടോ, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഈ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഏത് തിയറിയാണ്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രകാരം കൺട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ തിക്ക് ഫിലമെന്റ്. എങ്ങനെയാണ്? കൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബർ എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ തിക്ക് ഫിലമെന്റ്. എവിടെയാണ്? തിൻ ഫിലമെന്റും തിക്ക് ഫിലമെന്റും തമ്മിൽ എന്താണ്? ഒരാൾ ഇച്ചിരി കയറി നിന്നുകൊണ്ട് എന്ത് നടത്തുവാണ്? അവിടെ ഒരു സ്ലൈഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തെന്നി നീങ്ങുന്ന ഒരു സെറ്റപ്പ് അല്ലെ, തെന്നി നീങ്ങുന്ന ഒരു അവസ്ഥ. അതാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ കൈ നിവർത്തുന്നതും കൈ മടക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? സ്ലൈഡിങ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ തിക്ക് ഫിലമെന്റ്. ഇത് ഏത് തിയറിയുടെ ബേസിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. അത് തന്നെ ഏതാണ്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രകാരമാണ് നമ്മുടെ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു മസിൽ കൺട്രാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? CNS എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ മസിൽ കൺട്രാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആരാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ, നമ്മളെല്ലാം സിഗ്നലിലൂടെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആര് തരുന്നത്? ബ്രെയിൻ തരുന്നത്. ബ്രെയിൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമ്മുടെ ന്യൂറോൺ അല്ലെ. ബേസിക് യൂണിറ്റ് ആയ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ആയ ന്യൂറോൺ തരുന്ന സിഗ്നലിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്യുന്നത്. നമ്മൾ എന്താണ്? ബുക്ക് എടുക്കുന്നതും ബുക്ക് തുറക്കുന്നതും വായിക്കുന്നതും നടക്കുന്നതും പഠിക്കുന്നതും എല്ലാം എന്താണ്? നമ്മുടെ ന്യൂറോൺ തരുന്ന സിഗ്നലിന്റെ ബേസിനനുസരിച്ചാണ് നമ്മുടെ ബോഡിയുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മസിൽ കൺട്രാക്ഷൻ, നമുക്ക് കൈ മടക്കണ്ടേ, കാല് മടക്കണ്ടേ, അതെങ്ങനെയാണെന്നാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണെന്നാ പറഞ്ഞേ? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഒരു സിഗ്നല് മോട്ടോർ ന്യൂറോൺ വഴി, ന്യൂറോൺ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം.
അല്ലെ, ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ഈ മോട്ടോർ ന്യൂറോൺ വഴി ഒരു സിഗ്നൽ എവിടെ എത്തി? നമ്മുടെ മോട്ടോർ യൂണിറ്റിലെത്തി. എവിടെ എത്തി? എവിടെയാ പറഞ്ഞേ? മോട്ടോർ യൂണിറ്റിലെത്തി. മോട്ടോർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും ചേർന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ മോട്ടോർ യൂണിറ്റ്. അപ്പം നമ്മുടെ സിഗ്നൽ കൊടുത്തിട്ട് എവിടെ എത്തി? മോട്ടോർ യൂണിറ്റിലെത്തി. ഇനി മോട്ടോർ യൂണിറ്റിൽ നിന്നും എങ്ങോട്ട് പോവാണ്? ഒരു ജംഗ്ഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. എന്താണ്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ്. എന്താണ്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഇതെന്ന് പറയുന്നത് ഏത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ പറയുവാണെങ്കിൽ നമ്മുടെ മോട്ടോർ ന്യൂറോണും അതുപോലെ തന്നെ മസിൽ ഫൈബറിന്റെ സാർക്കോലെമയും തമ്മിൽ ചേരുന്ന പോർഷനാണ്. ഏതാണ്? മോട്ടോർ ന്യൂറോണും സാർക്കോലെമയും തമ്മിൽ ചേരുന്ന ആ ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഏതാണ്? ആരൊക്കെ തമ്മിൽ ചേരുന്നാ പറഞ്ഞേ? ആരൊക്കെ തമ്മിൽ ചേരുന്നതാണ്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ബേസ് ചെയ്താണ് പറഞ്ഞത്. മോട്ടോർ ന്യൂറോനും സാർക്കോലെമയും തമ്മിൽ ചേരുന്ന മസിൽ ഫൈബറിന്റെ ഏത് റീജിയനാ സാർക്കോലെമ എന്ന് പറഞ്ഞേ? പ്ലാസ്മ മെമ്പറൈൻ അല്ലേ. അപ്പൊ ആ രണ്ട് റീജിയനും ചേരുന്ന ഒരു സ്ഥലമാണ് ഏത്? ഒരു ജംഗ്ഷൻ ആണ് ഏത്? നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. മോട്ടോർ ന്യൂറോണും സാർക്കോലെമയും മസിൽ ഫൈബറിന്റെ റീജിയൻ അല്ലേ, നമ്മളിത് കണ്ടതാ. ആ റീജിയനും തമ്മിൽ ചേരുന്ന ആ ഒരു സെന്റർ പോർഷൻ ആണ് ഏതാ? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഇനി സിഗ്നൽ തന്നു ആര്? സെൻട്രൽ നെർവസ് സിസ്റ്റം. അത് തന്നു എവിടെ എത്തി? നമ്മുടെ ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ എത്തി. അതിനെന്താ പറയുന്നത്? ന്യൂറൽ സിഗ്നൽ അല്ലെ. ന്യൂറൽ സിഗ്നൽ എവിടെ എത്തി? നമ്മുടെ ജംഗ്ഷനിൽ എത്തി. ഇനി ഈ ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ന്യൂറൽ സിഗ്നൽ എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററെ റിലീസ് ചെയ്തു. ആരെ റിലീസ് ചെയ്തു? ന്യൂറോ ട്രാൻസ്മിറ്ററെ റിലീസ് ചെയ്തു. നോക്കി, ആരെയാണ് റിലീസ് ചെയ്തത്? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്തു. അതിന് നമ്മൾ അസറ്റൈൽ കോളൈൻ, ഇതുപോലെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന മെയിൻലി ഏതാണ്? അസറ്റൈൽ കോളൈൻ. അങ്ങനെ നമ്മുടെ ബോഡിയിലെ ഓരോരോ കാര്യങ്ങളിൽ സിഗ്നൽ കൊടുത്തു കഴിയുമ്പോഴേക്കും ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അപ്പം ഇവിടെ എന്താണ്? അസറ്റൈൽ കോളൈൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഈ സിഗ്നൽ കിട്ടി, ന്യൂറോ സിഗ്നൽ കിട്ടി കഴിയുമ്പോഴേക്കും നമ്മുടെ ജംഗ്ഷനിൽ അവിടെ എന്ത് റിലീസ് ചെയ്യും? ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്തോ? അത്രയും മനസ്സിലായില്ലേ? എന്താ പറഞ്ഞേ? സെൻട്രൽ നെർവസ് സിസ്റ്റം സിഗ്നൽ കിട്ടി, മോട്ടോർ ന്യൂറോണിലെത്തി. അവിടുന്ന് എങ്ങോട്ടാ? മോട്ടോർ ന്യൂറോൺ വഴിയാണ് സിഗ്നൽ എവിടെ എത്തി? മോട്ടോർ യൂണിറ്റിലെത്തി. അവിടുന്ന് നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലെത്തി. അവിടുന്ന് ആരെ റിലീസ് ചെയ്തു? ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുക. ആക്ഷൻ പൊട്ടൻഷ്യൽ പറയുമ്പോൾ എന്താണ്? ഒരു ഫ്ലോ ഓഫ് എനർജി അല്ലെങ്കിൽ എന്തെന്ന് പറയാം? എന്താണ്? ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഒരു ഫ്ലോ എന്ന് പറയാം, അല്ലെ ഇലക്ട്രിക് സിഗ്നൽസിന്റെ ഒരു ഫ്ലോ ഉണ്ടാവുകയാണ്. നമ്മുടെ ബോഡിയിൽ എന്താണ്? ഒരു ഇലക്ട്രിക് സിഗ്നൽസിന്റെ ഫ്ലോ അനുസരിച്ചാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പൊ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്താണ്? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്തു. എവിടെയാണ്? നമ്മുടെ സാർക്കോലെമയിൽ എന്ത് ഫോം ചെയ്തു? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ഫ്ലോ ഓഫ് എനർജി അല്ലെ ഫ്ലോ ഓഫ് കറണ്ട് എന്ത് വേണമെങ്കിലും ആകാം. അതൊരു എനർജിയാണ്, ഒരു ഫോം ഓഫ് എനർജി. അപ്പം ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്തു. ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എവിടെയെല്ലാം സ്പ്രെഡ് ചെയ്യും? നമ്മുടെ മസിൽ ഫൈബറിൽ മുഴുവനും അത് സ്പ്രെഡ് ചെയ്യും. എവിടെയാണ്? നമ്മുടെ മസിൽ ഫൈബറിൽ മുഴുവനും അത് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും അല്ലെ. ഇപ്പൊ കറണ്ട് ആണെങ്കിലും നോക്കിക്കേ, നമ്മൾ എന്താണ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ റൂം മൊത്തം അത് കിട്ടും അല്ലെ, അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞല്ല. കറണ്ട് അടിച്ചാൽ തന്നെ നമുക്കറിയാലോ ഫുൾ ബോഡി മൊത്തം കിട്ടും അല്ലെ. അന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? നമ്മുടെ മസിൽ ഫൈബറിൽ മൊത്തം അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു. സ്പ്രെഡ് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? നമ്മുടെ സാർക്കോപ്ലാസത്തിൽ ആരുണ്ട്? അല്ലെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ആരെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നേ? കാൽസ്യം അയൺസിനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. കണ്ടോ? സാർക്കോപ്ലാസത്തിലേക്ക് ആരെ റിലീസ് ചെയ്യും? കാൽസ്യം അയൺസിനെ റിലീസ് ചെയ്യും. ആരാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ടതാ. അപ്പം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള കാൽസ്യം അയൺസിനെ എങ്ങോട്ട് റിലീസ് ചെയ്യും? സാർക്കോപ്ലാസത്തിലേക്ക് കേട്ടോ. സാർക്കോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മസിൽ ഫൈബർ നമ്മൾ കണ്ടതാ അല്ലെ, ആ ഒരു ഫ്ലൂയിഡ് പാർട്ട് അല്ലെ. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മസിലിനുള്ളതാണ് ഏത്? സാർക്കോപ്ലാസം. അങ്ങോട്ട് ആരെ റിലീസ് ചെയ്യും? കാൽസ്യം അയൺസിനെ റിലീസ് ചെയ്യും. ഇത്ര മനസ്സിലായോ? ടീച്ചർ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടി. മനസ്സിലായവർ ഒന്നും കൂടെ കേട്ടിരിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞു?
സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ബേസ് ചെയ്തിട്ടാണ് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ സ്ലൈഡിംഗ് തിയറി പറയുന്നത് എന്താണ്, ആരുടെയാണ്, തിൻ ആൻഡ് തിക്ക് ഫിലമെന്റ് അല്ലെ, സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ തിക്ക് ഫിലമെന്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഒരു സിഗ്നല് മോട്ടോർ ന്യൂറോൺ വഴി മോട്ടോർ യൂണിറ്റിലെത്തി. ഈ മോട്ടോർ യൂണിറ്റ് എന്താന്നാ പറഞ്ഞേ, മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും ചേർന്ന ഒരു റീജിയനാണ്. ഇനി മോട്ടോർ ന്യൂറോണ് എന്താണ്, മോട്ടോർ ന്യൂറോണ് സാർക്കോലമയും ചേർന്നാണ്. അപ്പൊ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഏതാണ്, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ഈ സിഗ്നൽ എവിടം വരെ എത്തി, നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ വരെ എത്തി. ഏത്, ന്യൂറോ സിഗ്നല്. ഇനി ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വൺ ഓഫ് ദ എക്സാമ്പിൾ അസറ്റൈൽകോളിൻ. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്, ആക്ഷൻ പൊട്ടൻഷ്യലിന് കാരണമാവുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തിന് കാരണമാവുന്നു, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ കാരണമാവുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞേ, അത് തന്നെ ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ, ഫ്ലോ ഓഫ് എനർജി എന്നൊക്കെ പറയാം. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എവിടെ ഫോം ചെയ്യുന്നത്, സാർക്കോലെമ വഴി നമ്മുടെ മസിൽ ഫൈബറിൽ മൊത്തം അത് സ്പ്രെഡ് ആയതിനു ശേഷം എന്താണ്, നമ്മുടെ കാൽസ്യം അയൺസ് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. അപ്പൊ ആ റെറ്റിക്കുലത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യം അയൺസ് എങ്ങോട്ട് മൊത്തം റിലീസ് ആവും, നമ്മുടെ സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ആകും. ഇത്ര മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, കാൽസ്യം അയൺസിനെ എങ്ങോട്ട് റിലീസ് ചെയ്യും, സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യും അല്ലെ. ആക്ഷൻ പൊട്ടൻഷ്യൽ വഴിയായിട്ട് എന്താണ്, സാർക്കോപ്ലാസം റെറ്റിക്കുലത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ കാൽസ്യം എങ്ങോട്ടാണ് റിലീസ് ചെയ്യുന്നത്, സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യും. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കാൽസ്യം അയൺസ് റിലീസ് ചെയ്തിരിക്കുകയാണ് എവിടെയാണ്, സാർക്കോപ്ലാസത്തിൽ. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിന്റെ അളവ്, ഏതിന്റെ അളവ്, കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എവിടെ, നമ്മുടെ സാർക്കോപ്ലാസത്തിൽ. എന്താന്നാ പറഞ്ഞ സാർക്കോപ്ലാസം, നമ്മുടെ മസിൽ ഫൈബറിന്റെ അല്ലെ ഒരു പാർട്സ് ആണ് അല്ലെ, സൈറ്റോപ്ലാസം പോലെ തന്നെ ഉള്ളതാണ് ഏത്, സാർക്കോപ്ലാസം. അപ്പൊ നമ്മുടെ കാൽസ്യം അയൺസ് റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, അതിന്റെ ഒരു അളവ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ കാൽസ്യം ട്രോപ്പോണിനുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. ആരുമായിട്ടാണ്, ട്രോപ്പോണിനുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. ട്രോപ്പോണിൻ എവിടെയുള്ളതാണെന്നാ പറഞ്ഞേ, നമ്മുടെ ആക്റ്റിനിലുള്ള ഒരു റെഗുലർ പ്രോട്ടീൻ ആണ് അല്ലെ. 2 റെഗുലർ പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, റെഗുലേറ്ററി പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. അതിലെ ട്രോപ്പോണിൽ പോയി ആര് ബൈൻഡ് ചെയ്യും, നമ്മുടെ കാൽസ്യം അയൺസ് പോയി എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും അല്ലെ. അവർ തമ്മിൽ ഒരു കൂട്ടുകൂടി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ ഒരു മാസ്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അല്ലേ, ആ മാസ്കിനെ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ. മയോസിന്റെ ആക്റ്റീവ് സൈറ്റിനെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കവർ എന്ത് ചെയ്യും, അവിടെ നിന്ന് അത് മാറും. എന്നിട്ട് എന്ത് സംഭവിക്കും, ATP, നമ്മൾ പറഞ്ഞു മയോസിന്റെ ഹെഡിന്റെ റീജിയന്റെ പ്രത്യേകതകൾ 3 ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്, ATPase എൻസൈം ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ആക്റ്റീവ് സൈറ്റും കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ ആക്റ്റിനെ ആക്റ്റീവ് ആക്കുന്ന സൈറ്റും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മാസ്ക് ഒക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിക്കും, നമ്മുടെ ATP ഹൈഡ്രോലൈസിസ് ചെയ്യും. ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ATPനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. ഏതാണ്, ADP + PI അല്ലെ, ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. ATP ഹൈഡ്രോളിസ് ചെയ്ത് എന്താണ്, ADPയും PI ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ആക്കി മാറ്റും. ഇനി എന്ത് സംഭവിക്കും, നമ്മുടെ മയോസിൻ ഹെഡ് ഉണ്ടല്ലോ അല്ലെ, മയോസിൻ ഹെഡ്. ഈ മയോസിൻ ഹെഡ് ആരുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും, നമ്മുടെ ട്രോപ്പോണിനുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. ആരുമായിട്ടാണ്, ട്രോപ്പോണിൻ പോയി ബൈൻഡ് ചെയ്യും. അതെന്ന് പറയുന്നത് ഏതാണ്, ആക്റ്റിൻ അല്ലെ, നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കാൽസ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ വഴി ഫോം ചെയ്ത നമ്മുടെ എന്താണ്, കാൽസ്യം അയൺസ് അല്ലെ, എങ്ങോട്ടാണ് റിലീസ് ചെയ്യുന്നത്, സാർക്കോപ്ലാസത്തിലാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കാൽസ്യം അയൺസിന്റെ അളവ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു, നമ്മുടെ കാൽസ്യം അയൺ ട്രോപ്പോണിനുമായിട്ട് പോയി കൂട്ടുകൂടി. ട്രോപ്പോണിൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ആക്റ്റിനിലുള്ളതാണ്, റെഗുലേറ്ററി പ്രോട്ടീൻ ആണ്. അപ്പൊ ഇവർ തമ്മിൽ കൂട്ടുകൂടിയിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ മയോസിന്റെ ആക്റ്റീവ് സൈറ്റിലുണ്ടായിരുന്ന മാസ്കിങ് അല്ലെ, ഒരു മാസ്ക് ഉണ്ട്, അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ATP ഉണ്ട് അല്ലെ, ATP എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഫോം അല്ലെ. ഈ ATPനെ എന്ത് ചെയ്യും, ഹൈഡ്രോലൈസിസ് ചെയ്യും, എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റും, ADPയും PI അല്ലെ, ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ആക്കി മാറ്റും.
അതിനുശേഷം എന്ത് സംഭവിക്കും? നമ്മുടെ മയോസിന്റെ ഹെഡ് ആരിൽ പോയി ബൈൻഡ് ചെയ്യും? ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യും. കണ്ടോ? ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ഇവർ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ഫോം ചെയ്യും? ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ഇനി ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ്? അവിടെ ഒരു സ്ലൈഡിങ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ നടക്കും. സ്ലൈഡിങ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ നടക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ ബാൻഡ് ഉണ്ടല്ലോ, എ ബാൻഡിനെ സെന്ററിലേക്ക് കൊണ്ടുവരും. എന്താണ്? ഇസഡ് ലൈനും ആക്റ്റിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇസഡ് ലൈനും എങ്ങനെയാണ്? ഇങ്ങനെ കൺട്രാക്ട് ചെയ്യലെ വലിയും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സാർക്കോമിയറിന് എന്ത് സംഭവിക്കും? ഷോർട്ടനിങ് സംഭവിക്കും അല്ലെ? സാർക്കോമിയറിന് എന്ത് സംഭവിക്കും? ഷോർട്ടനിങ് സംഭവിച്ചിട്ട് എന്താണ് നടക്കുന്നത്? കൺട്രാക്ഷൻ നടക്കും അല്ലെ? എന്ത് സംഭവിക്കും? കൺട്രാക്ഷൻ നടക്കും. നമ്മുടെ ആ ചിത്രം ഓർമ്മയുണ്ടോ? നോക്കട്ടെ, ചിത്രം ഉണ്ടോന്ന്. ഓക്കെ, ഇല്ല. വെരി ഗുഡ്. എന്താണ്? നോക്കിക്കോ, കാണിക്കാവേ, ചിത്രം കാണിക്കാവോ ടീച്ചറെ? എങ്ങനെയാണ് പറഞ്ഞത്? എവിടെയാണ് ATP ഹൈഡ്രോളിസ് ചെയ്ത് ADPയും PA ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിൽ പോയി ബൈൻഡ് ചെയ്യും. ആക്റ്റിൻ ഫിലമെന്റിൽ എവിടെയാണ്? ട്രിപ്പോണിൽ പോയാണ് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും? അവർ തമ്മിലൊരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? അവിടെ ഒരു സ്ലൈഡിങ് അല്ലെങ്കിൽ റൊട്ടേഷൻ സംഭവിക്കും. എ ബാൻഡും ഇസഡ് ലൈനും തമ്മിൽ എന്താണ്? അവർ വലിച്ച് ഉള്ളിലേക്ക് വരും അല്ലെ? അവർ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും എന്താണ്? നമ്മുടെ സാർക്കോമിയറിന് എന്ത് സംഭവിക്കും? ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആ ലെങ്ത് കുറയുക ചെയ്യുന്നത് അല്ലെ? വലിഞ്ഞ് മുന്നോട്ട് വരിക ചെയ്യുന്നത്. അപ്പൊ ഈ ഷോർട്ടനിങ് സംഭവിച്ചു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ കൺട്രാക്ഷൻ നടക്കും. എന്താണ്? നമ്മുടെ കൈ മടങ്ങുന്നു അല്ലെ, കൈ നിവരുന്നു ഒക്കെ സംഭവിക്കുന്നത് ഇതുമൂലമാണ്. ആര്? ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തതിനു ശേഷം നടക്കുന്ന സ്ലൈഡിങ്ങിലൂടെയാണ് നമ്മുടെ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കൈ മടങ്ങുന്നതും കാല് മടങ്ങുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് എന്ത് സാധ്യമാകുന്നത്? നമ്മുടെ ബോഡിയിൽ കൺട്രാക്ഷൻ സാധ്യമാകുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെയും പറയണോ ടീച്ചർ? ഒന്നും കൂടെയും പറയാം. എവിടെ തൊട്ടാ? ഇവിടെ തൊട്ട് പറയാം അല്ലെ? CNS എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഒരു സിഗ്നൽ തന്നു. ആ സിഗ്നൽ എന്താണ്? മോട്ടോർ ന്യൂറോൺ വഴി നമ്മുടെ മോട്ടോർ യൂണിറ്റിലെത്തി. മോട്ടോർ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞേ? മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും കൂടെ ചേർന്നാണ് മോട്ടോർ യൂണിറ്റ്. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകും? നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ പോകും അല്ലെ? ജംഗ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ആ സിഗ്നൽ എന്ത് ചെയ്യും? ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും അല്ലെ? ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ്? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ? അതുമൂലം എന്ത് സംഭവിക്കും? നമ്മുടെ സാർക്കോപ്ലാസ്റ്റിലേക്ക് കാൽസ്യം അയൺസിന്റെ റിലീസ് ഉണ്ടാവും. ഇനി ഈ കാൽസ്യം അയൺസിന്റെ റിലീസ് ഉണ്ടായി കഴിയുമ്പോഴേക്കും എന്താണ്? കാൽസ്യം കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും സാർക്കോപ്ലാസത്തിൽ. അവർ ഇന്ന് നമ്മുടെ ആക്റ്റിന്റെ ട്രോപ്പോണിനുമായിട്ട് കൂട്ടുകൂടി എന്ത് സംഭവിക്കും? നമ്മുടെ മയോസിനിൽ ഉണ്ടായിരുന്ന ഒരു ആക്റ്റീവ് സൈറ്റ് അല്ലെ? ആക്റ്റീവ് സൈറ്റ് അവിടെ എന്ത് ചെയ്യും? ഇപ്പൊ മാസ്ക് ചെയ്തിരിക്കുവാണ്. അപ്പൊ അത് മാറ്റി, അത് റിമൂവ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അവിടെ വരുന്ന നമ്മുടെ ATP നമ്മുടെ കണ്ടിന്യൂസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ATPനെ എടുത്തിട്ട് എന്ത് ചെയ്യും? അവിടെ വരുന്ന ATP ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റും കൂടെയാണ് ഇത് അല്ലെ? അപ്പൊ ATP എന്ത് ചെയ്യും? അതിനെ ഹൈഡ്രോലൈസിസ് ചെയ്യും. എന്ന് വെച്ചാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മയോസിൻ ഹെഡ് ആക്റ്റിന്റെ ട്രോപ്പോണിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ എന്ത് സംഭവിക്കും? സ്ലൈഡിങ് നടക്കും. സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങുക അല്ലെ? ഇങ്ങോട്ട് വലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുക. അപ്പം സ്ലൈഡിങ് സംഭവിച്ചു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ സാർക്കോമിയറിന്റെ ഷോർട്ടനിങ് നടക്കും. ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? കൺട്രാക്ഷൻ ഓഫ് മസിൽ അല്ലെ? മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ മൊത്തത്തിലായിട്ട് ഇതിൽ പറഞ്ഞു. ഇനി നമുക്ക് അവിടെ നമ്മൾ കണ്ട എ ബാൻഡും ഐ ബാൻഡും ഒക്കെ ഉണ്ടല്ലോ, അവിടെ അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിനി ബാക്കിയും കൂടെ കാണാം. റിലാക്സേഷന്റെ സമയത്ത് എങ്ങനെയാണെന്ന്. അപ്പൊ ഈ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ തിയറിയെ ബേസ് ചെയ്താണ് മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷനകത്ത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷനകത്ത് അല്ലെ നമ്മുടെ സ്ലൈഡിങ് ഫിലമെന്റ് തിയറിയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. കൺട്രാക്ഷനും പറയണം, അതുപോലെ തന്നെ ഏതുകൊണ്ട്? റിലാക്സേഷനും ഉണ്ട്. ഇനി ഈ റിലാക്സേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഐ ബാൻഡും ഐ ബാൻഡ് റിഡ്യൂസ്ഡ് ആവും, എ ബാൻഡ് അവരുടെ ലെങ്ത് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ATP ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞു കൺട്രാക്ഷന്റെ സമയത്ത് ATP എങ്ങനെയായിട്ട് മാറുന്നു? ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു അല്ലെ? ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു. എന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? കൺട്രാക്ഷൻ നടക്കുന്നത് അല്ലെ? പക്ഷേ നമ്മുടെ റിലാക്സേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും എങ്ങോട്ട് പോകുന്നു? അവർ പുറത്തേക്ക്
പോകുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ മയോസിൻ ഹെഡിന് നമ്മൾ മൂന്ന് പ്രത്യേകത മെയിൻ ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലെ. ATP ബൈൻഡിങ് സൈറ്റ് ആണെന്ന് പറഞ്ഞു, അവിടെ ഒരു ATPase എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ആക്റ്റീവ് ഫിലമെന്റിനെ ആക്റ്റീവ് ആക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മയോസിൻ ഹെഡാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ATP അല്ലെ. അപ്പൊ ഈ ATP നമ്മുടെ കൺട്രാക്ഷന്റെ സമയത്ത് ATP ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ആയിട്ട് മാറി അല്ലെ. എന്നിട്ട് അതെന്താണ്, അത് പിന്നീട് പുറത്തേക്ക് പോകുന്നു. ഇനി എന്ത് സംഭവിക്കും? ഈ പുറത്തോട്ട് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മയോസിൻ ഹെഡ് ഫ്രീ ആണ്. ആ ഫ്രീ ആയിരിക്കുന്ന മയോസിൻ ഹെഡിലേക്ക് പിന്നെ ആര് വന്ന് ബൈൻഡ് ചെയ്യും? നമ്മുടെ ATP വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ഈ ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തെന്ന് അല്ലെ. അപ്പൊ ആ ക്രോസ് ബ്രിഡ്ജിന് എന്ത് സംഭവിക്കുന്നു? ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. നമ്മുടെ ഫോം ചെയ്ത അല്ലെ, കൺട്രാക്ഷനിലൂടെ ഫോം ചെയ്ത നമ്മുടെ ക്രോസ് ബ്രിഡ്ജിന് എന്ത് സംഭവിക്കുന്നു? ബ്രേക്കേജ് സംഭവിക്കുന്നു. ഇപ്പം എക്സാമ്പിൾ ടീച്ചർ നോക്കിയോ, നമ്മൾ പറഞ്ഞു നമ്മുടെ മയോസിൻ ഇതാണ് മയോസിന് ഹെഡ് ഉണ്ട്. മയോസിൻ ഹെഡ് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ ആക്റ്റീവ് സൈറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻസൈം ഉണ്ട്. പിന്നെ നമ്മുടെ ആരുണ്ട്? ആക്റ്റീവ് ഫിലമെന്റ് ഉണ്ട് അല്ലെ. ആക്റ്റീവ് ഫിലമെന്റും മയോസിനും. പിന്നെ നോക്കി, ഇങ്ങനെയാണ് നമ്മുടെ ആക്റ്റീവ് ഫിലമെന്റ്. അപ്പം ഈ ആക്റ്റീവ് ഫിലമെന്റിലെ ട്രോപ്പോണിനിൽ വന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മയോസിൻ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്തുണ്ടെന്നാ പറഞ്ഞത്? ATP ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ആ ATP എന്തായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തെന്നാ പറഞ്ഞത്? ADPയും ATP ഹൈഡ്രോലൈസിസ് അല്ലെ, നമ്മൾ ആ ഒരു ടേം കണ്ടായിരുന്നു. ATP ഹൈഡ്രോലൈസിസ് സമയത്ത് നമ്മുടെ ATP എന്തായിട്ട് മാറുന്നു? ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ആയിട്ട് മാറുന്നു. ADP പ്ലസ് PI അല്ലെ, ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ATP എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിൽ ഒരു എനർജി ഫോം അല്ലെ ATP എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ATP എന്താക്കി ബ്രേക്ക് ഡൗൺ ആയിട്ട് മാറുന്നു? ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അങ്ങനെയാണ് നമ്മുടെ കൺട്രാക്ഷൻ നടക്കുന്നത്. ഇനി റിലാക്സേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? നമ്മുടെ ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മയോസിൻ ഹെഡിൽ ആരുമില്ല, ഫ്രീ ആണ്. ആ സമയത്തേക്ക് വന്ന് ആര് ബൈൻഡ് ചെയ്യും? പിന്നെയും വന്ന് ആര് ബൈൻഡ് ചെയ്യും? നമ്മുടെ ATP വന്ന് ഇവിടെ വന്ന് വീണ്ടും ബൈൻഡ് ചെയ്യും. മയോസിൻ ഹെഡിൽ വന്ന് ആര് ബൈൻഡ് ചെയ്യും? ATP വന്ന് വീണ്ടും ബൈൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു ഒരു മാസ്കിങ് അല്ലെ, ട്രോപ്പോണിൻ അല്ലെ എന്ത് ചെയ്യും? നമ്മുടെ മയോസിൻ ഹെഡില് റിലാക്സേഷൻ സമയത്ത് എന്താണ്? അതിങ്ങനെ മാസ്ക് ചെയ്ത് കാണപ്പെടും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ATP വന്ന് വീണ്ടും ബൈൻഡ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആ മാസ്കിങ് വീണ്ടും വരും. അപ്പൊ എന്താണ്? റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ATP ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും അല്ലെ. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ ഈ ചേർന്നിരിക്കുക ആരൊക്കെ? ആക്റ്റീവ് ഫിലമെന്റും മയോസിൻ ഹെഡും തമ്മിൽ ചേർന്നിരിക്കുക. അവരുടെ ആ ബ്രിഡ്ജ് എന്ത് ചെയ്യും? അതങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആവും. ചേർന്നിരിക്കുന്ന അവരുടെ ആ കൂട്ടുകെട്ട് എന്ത് സംഭവിക്കും? അതവിടെ വിട്ടുപോകും അല്ലെ. അപ്പൊ ATP ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോഴേക്കും അവരുടെ ആ ക്രോസ് ബ്രിഡ്ജ് എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഈ ബ്രേക്ക് ഡൗൺ സംഭവിച്ചതിന് ശേഷം നോക്കിക്കേ, ഈ ഒരു പ്രോസസ്സ്, അതായത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതും അതിന്റെ ബ്രേക്ക് ഡൗണും, ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ മടക്കുമ്പോഴും കൈ നിവർത്തുമ്പോഴും ഈ സംഭവം എന്താണ്? റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഏതാണ്? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. അതായത് കൈ മടക്കുമ്പോഴും കൈ നിവർത്തുമ്പോഴും എന്താണ്? സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു, റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ബ്രേക്ക് ഡൗൺ ആകുന്നു. വീണ്ടും എന്താണ്? നമ്മൾ കൈ മടക്കുമ്പോഴേക്കും ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു, പിന്നെയും ബ്രേക്ക് ഡൗൺ ആകുന്നു. ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ മെയിനായിട്ട് ഇതിൽ ആരാന്നാ പറഞ്ഞേ? കാൽസ്യം ഉണ്ട് അല്ലേ. ഈ കാൽസ്യം എലമെന്റ്സ് അല്ലെ, കാൽസ്യം ആൻ എങ്ങോട്ട് പോകുന്നു? വീണ്ടും നമ്മുടെ എന്താണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് തിരിച്ചു പോകുന്നു. മനസ്സിലായോ? ഇങ്ങനെ എന്താണ്? റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു അല്ലെ, റിലാക്സേഷൻ നടക്കുന്നു. ഇതുണ്ടോ? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്ന സമയത്ത് ടീച്ചർ ആ ചിത്രം വരച്ച് കാണിക്കാവേ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ. ഇതിപ്പോ നമുക്ക് എന്താണ്? ATP മായ്ച്ച് കളഞ്ഞിട്ട്
മായ്ച്ചു കഴിയുമ്പോഴേക്കും ഇതാണ് ഇവർ തമ്മിൽ ഒട്ടിച്ചേർന്നിരിക്കുക അല്ലേ. നീല കളറിൽ എന്താണ് ആക്റ്റീവ് ഫിലമെന്റിലുള്ള ട്രോപ്പോണിൻ ആണ് അല്ലേ. ഇവർ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മയോസിൻ ഹെഡിലാണ് അല്ലെ ചേർന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുന്ന സമയം. ഇനി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇവർ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അങ്ങ് മാറും. ആക്റ്റീവ് ഫിലമെന്റ് സെപ്പറേറ്റഡ് ആയിട്ട് മാറിയിരിക്കും. അപ്പം ട്രോപ്പോണിനും എങ്ങനെയായിരിക്കും? ട്രോപ്പോണിനും ഫ്രീ ആയിട്ട്, നമ്മൾ പറഞ്ഞു ട്രോപ്പോണിൻ ഇന്റർവെല്ലിൽ അല്ലേ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ? അങ്ങനെ തന്നെ. അപ്പൊ ഇവർ തമ്മിലുള്ള ആ ഒരു ക്രോസ് ബ്രിഡ്ജ് എന്ത് ചെയ്തു? അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോഴേക്കും ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് ആര് വന്ന് ബൈൻഡ് ചെയ്യും? ATP വന്ന് ബൈൻഡ് ചെയ്യും. എവിടെ വന്ന്? നമ്മുടെ മയോസിൻ ഹെഡിൽ വന്ന് ATP വന്ന് ബൈൻഡ് ചെയ്യും. കണ്ടോ? അപ്പോൾ എന്താണ്? ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ഡൗൺ ചെയ്തു. നമ്മുടെ മയോസിൻ ഹെഡിൽ വന്ന് ATP വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴേക്കും ട്രോപ്പോണിൻ എന്ത് ചെയ്യുന്നു? വന്ന് ചേരുന്നതിൻ്റെ അത് മാസ്ക് ചെയ്യും അല്ലെ, മാസ്കിങ് ചെയ്യും. ഇനി എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഈ ഒരു പ്രോസസ്സ് ഏത്? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. അത് നമ്മൾ പറഞ്ഞു സ്ലൈഡിങ് ഫിലമെന്റ് തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഏത്? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ അല്ലെ. ഇത് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും സംഭവിക്കുന്നുണ്ട്? അതിന് ബ്രേക്ക് ഡൗണും സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ്? നമ്മുടെ കാൽസ്യം അയൺ എങ്ങോട്ട് പോകുന്നു? വീണ്ടും നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ ആക്റ്റീവ് ഫിലമെന്റ്സ് നമ്മൾ പറഞ്ഞു മാസ്ക് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ ഇസഡ് ലൈൻസ് എന്ത് ചെയ്യും? പഴയപടി തിരിച്ചു വരും. എങ്ങനെയാണ് ഇരുന്നത്? പഴയപടി അല്ലെ. എങ്ങനെയാ ഇരുന്നത്? ഇസഡ് ലൈൻസ് അല്ലെ, ആക്റ്റീവ് ഫിലമെന്റ്. ഇത് ആക്റ്റീവ് ഫിലമെന്റ്. പിന്നെ നടുക്കൂടെ ആരുണ്ട്? നമ്മുടെ ഇറേസർ ആണല്ലോ വന്നേ. ഇസഡ് ലൈന്, ആക്റ്റിൻ ഫിലമെന്റ്. പിന്നെ ആരുണ്ട്? മയോസിൻ ഉണ്ട് അല്ലേ. മയോസിൻ ഉണ്ട്. അപ്പം ഈ ഇസഡ് ലൈൻ എന്ത് സംഭവിക്കും? പഴയപടി തിരിച്ചു പോകും അല്ലെ. നമ്മൾ പറഞ്ഞു കൺട്രാക്ഷന്റെ സമയത്ത് ഇത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സാർക്കോമിയറിന് എന്താണ് സംഭവിക്കുന്നത്? ഷോർട്ടനിങ് സംഭവിക്കുന്നത് അല്ലെ. ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ ആണ് എന്ത്? നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം റിലാക്സേഷന്റെ സമയത്ത് എന്ത് ചെയ്യും? അത് പഴയപടി ആകും. അതെങ്ങനെ സംഭവിക്കും? അത് പഴയപടി ആകും. നോക്കിയേ, ചിത്രം നോക്കിക്കേ. ഇതുണ്ടോ നമ്മുടെ ഇസഡ് ലൈൻ അല്ലെ, ആക്റ്റീവ് ഫിലമെന്റ്. ഇതൊക്കെ നമ്മൾ കണ്ടതാ. അപ്പം എന്താണ് ഇത്? കൺട്രാക്ഷൻ സമയത്ത് ഇതെല്ലാം എന്ത് സംഭവിക്കും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ സ്പ്രിങ് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പുറത്തേക്ക് വലിയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നത്? മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സ്ലൈഡിങ് ഫിലമെന്റ് തിയറിയെ ബേസ് ചെയ്താണ് മസിൽ കൺട്രാക്ഷൻ പറഞ്ഞത് അല്ലെ. അതിലെന്താണ്? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറയണം. കൺട്രാക്ഷനും പറയണം, റിലാക്സേഷനും പറയണം. കൺട്രാക്ഷൻ നമ്മൾ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റം സിഗ്നൽ തരുന്നു. അങ്ങനെ എന്താണ്? കാൽസ്യം അയൺ വരുന്ന ട്രോപ്പോണിൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ എന്ത് സംഭവിക്കുന്നു? മയോസിൻ ഹെഡിലെ മാസ്കിങ് അങ്ങ് മാറിക്കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ സാർക്കോമിയറിന്റെ ഷോർട്ടനിങ് സംഭവിക്കും. ഇസഡ് ലൈനിനും എ ബാൻഡിനും എന്ത് സംഭവിക്കും? ഒരു വലിവലെ രണ്ടുപേരും അടുപ്പിക്കപ്പെടുന്നു നമ്മൾ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ആ സമയത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ആരാണ്? ATP വന്ന് അവിടെയുള്ള നമ്മുടെ മയോസിൻ ഹെഡിലുള്ള ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നുണ്ട് അല്ലെ. അങ്ങനെ മാറുമ്പോഴേക്കും എന്താണ്? അവിടെ എന്താണ്? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും അല്ലെ. ക്രോസ് ബ്രിഡ്ജ് ഫോം ഫോം ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? പിന്നീടുള്ള നമ്മുടെ ഈ ADPയും PIയും എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ഇത് കണ്ടിന്യൂസാ. ATP വന്നുകൊണ്ടിരിക്കുന്നു. ചിത്രത്തിൽ കാണാവേ, ATP ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? ഈ ADPയും PIയും പോകുന്നു. അപ്പൊ അടുത്ത ATP വന്ന് ഉടനെ ബൈൻഡ് ചെയ്യുന്നു. അപ്പോഴേക്കും ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു. ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ഡൗൺ ആകുന്നു. മയോസിൻ ഹെഡ് ഫ്രീ ആകുന്നു. ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പറഞ്ഞത് റിപ്പീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എന്ത് സംഭവിക്കുകയാണ്? കാൽസ്യം അയൺ വേണം നമ്മൾ പറഞ്ഞു. അത് തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പോകുന്നു. കണ്ടോ? ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കണ്ടോ? അപ്പോഴേക്കും നമ്മുടെ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു അല്ലെ, ഇസഡ് ലൈൻ ഉണ്ട്, എ ബാൻഡ് ഉണ്ട്, ഐ ബാൻഡ് ഉണ്ട്. ഇവര് തമ്മിൽ എല്ലാം എന്ത് സംഭവിക്കുന്നു? അങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് മാറുന്നു. അങ്ങനെയെല്ലാം ആണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മസിൽ കൺട്രാക്ഷന്റെ സമയത്ത് റിലാക്സേഷനും കൺട്രാക്ഷനും നടക്കുന്നത്.
ഇത്ര മനസ്സിലായില്ലേ? ഇനി നോക്കിക്കേ, നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം. ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്കിയേ, കണ്ടോ? ഇതെന്താണ് കാണിക്കുന്നത്? ഇത് മയോസിൻ, ഇത് ആക്റ്റിൻ. നമ്മൾ പറഞ്ഞു ആരുണ്ട് ഇവിടെ? ATP ഉണ്ടല്ലേ? ഈ ATP എന്ത് സംഭവിച്ചു? ATPക്ക് ഹൈഡ്രോലൈസിസ് സംഭവിച്ചു എന്തൊക്കെയായിട്ട് മാറി? ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും ആയിട്ട് മാറി. ദെൻ ഇങ്ങ് വന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇവിടെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു അല്ലേ? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. കണ്ടോ? മയോസിന്റെ ഹെഡ് പോയി ആരി പോയി ബൈൻഡ് ചെയ്തു? ട്രോപ്പോണിൽ, ആക്റ്റീവ് ഫിലമെന്റിന്റെ ട്രോപ്പോണിൽ പോയി ബൈൻഡ് ചെയ്തു. കണ്ടോ? അപ്പൊ അങ്ങനെ എന്ത് ഫോം ചെയ്തു? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ഇനി കണ്ടോ, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കറിയാം, കണ്ടോ ഇവിടെയാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും പുറത്തേക്ക് റിലീസ്ഡ് ആവും അല്ലെ? പുറത്തേക്ക് പോകും. അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും എന്ത് പറ്റും? നോക്കിയേ, നമ്മുടെ ATP ഫ്രീ ആകും അല്ലെ? മയോസിൻ ഹെഡ് ഫ്രീ ആയിട്ട് അവിടെ വീണ്ടും വന്ന് ATP ബൈൻഡ് ചെയ്യും. അങ്ങനെ വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? കണ്ടോ, നമ്മുടെ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു അല്ലെ? ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ഇവിടെ നമ്മുടെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ഇവിടെ വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ ADPയും PAയും പുറത്തേക്ക് പോയി അല്ലെ? അപ്പൊ മയോസിൻ ഹെഡ് ഫ്രീ ആയി. അപ്പൊ അവിടെ ആര് വന്നു? ATP വന്നു. ATP വന്നപ്പോഴേക്കും ഇവര് തമ്മിൽ ആ ഒരു ഉണ്ടായിരുന്ന ഒട്ടിച്ചേർന്നിരുന്ന അവസ്ഥ അങ്ങ് മാറി അല്ലെ? അപ്പൊ എന്താണ്? ക്രോസ് ബ്രിഡ്ജ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തു. എന്താണ് ഈ പ്രോസസ്സ്? ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? കൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുന്നത് അല്ലെ? നോക്കിക്കോ അല്ലെ? ആദ്യം എന്താണ്? ATP ബ്രേക്ക് ഡൗൺ ചെയ്തു, ADP PA ഇത് ടീച്ചർ പറഞ്ഞു തന്നതാണ് അല്ലെ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു? ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും റിലീസ്ഡ് ആയി. പിന്നെ എന്ത് സംഭവിക്കും? അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. ഇനി നോക്കിയേ, അടുത്തൊരു ചിത്രം കാണിക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ മയോസിൻ ആക്റ്റിൻ ഫിലമെന്റിൽ എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? നമ്മൾ ഓരോ ബാൻഡുകൾ കണ്ടു അല്ലെ? A ബാൻഡും I ബാൻഡും Z ലൈനും M ലൈനും ഒക്കെ കണ്ടു. ഇനി നോക്കിയേ, റിലാക്സ്ഡ് സ്റ്റേറ്റ്. ഇവിടെ നോക്കിയേ, ഇവിടെ ചിത്രത്തിൽ കാണാം അല്ലെ? നമ്മുടെ റിലാക്സ്ഡ് സ്റ്റേറ്റ്, നമ്മുടെ കൈയാണ് മസിൽ അല്ലെ? ബോണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽ അടങ്ങിയ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. റിലാക്സ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലെ? എന്താണ് സംഭവിക്കുന്നത്? ADPയും PAയും പുറത്തേക്ക് പോയി അല്ലെ? അവർ തമ്മിലുള്ള ആ ഒരു മയോസിൻ ഹെഡ് ആക്റ്റീവ് ഫിലമെന്റിൽ പോയി ബൈൻഡ് ചെയ്യുന്ന അവസ്ഥ മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ Z ലൈൻ ഉണ്ട്, I ബാൻഡ് ഉണ്ട്, A ബാൻഡ് ഉണ്ട് അല്ലെ? ഇവിടെ എന്ത് സംഭവിക്കും? നോക്കിക്കേ, ഇവരെന്താണ്? റിലാക്സ്ഡ് സ്റ്റേറ്റ് നമ്മൾ ആദ്യം പഠിച്ചല്ലേ? എങ്ങനെയാണ് ഇരിക്കുന്നത്? അതുപടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ A ബാൻഡും I ബാൻഡും Z ലൈനും അല്ലെ? എല്ലാം എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് മസിൽ പഠിച്ചില്ലേ? ആ സമയത്ത് ഇരുന്ന പോലെ തന്നെ എല്ലാം എങ്ങനെയാണ്? റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എല്ലാം നേരെ ഇരിക്കുവാണ്. നമ്മുടെ മയോസിനും ആക്റ്റിനും Z ലൈനും എല്ലാം. H സോൺ കണ്ടില്ലേ? ഫ്രീ ആയിട്ടുള്ള M ലൈൻ എല്ലാം അല്ലെ? എന്താണ്? അതെല്ലാം റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുവാണ്. ഇനി കൺട്രാക്ഷന്റെ സമയത്ത് നോക്കിക്കേ, എന്ത് സംഭവിച്ചു? എന്താണ്? അടുത്തേക്ക് വന്നു അല്ലെ? ഇവിടെ എന്ത് സംഭവിച്ചു? എന്താണ്? ഷോർട്ടനിങ് ആണ് സംഭവിച്ചത് അല്ലെ? കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ അല്ലെ? സാർക്കോമിയറിന്റെ ഷോർട്ടനിങ് ആണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. നോക്കിയേ അല്ലെ? ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ. സാർക്കോമിയറിന് എന്ത് സംഭവിച്ചു? ഷോർട്ടനിങ് സംഭവിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ I ബാൻഡും Z ലൈനും എല്ലാം എന്താണ്? അകത്തേക്ക് വലിഞ്ഞിങ്ങനെ വന്നു. നോക്ക്, ചിത്രത്തിൽ കാണത്തില്ലേ? അപ്പൊ എന്താണ്? H സോൺ ഇത്രയും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ H സോൺ ഇങ്ങനെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺട്രാക്ഷൻ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? H സോണിന്റെ ആ ഒരു ഇത് കുറഞ്ഞു പോയി അല്ലെ? പിന്നെ എന്താണ്? ഇത്രയേ ഉള്ളൂ. എല്ലാം എന്ത് ചെയ്തു? നമ്മുടെ M ലൈൻ അല്ല, I ബാൻഡും Z ലൈനും എല്ലാം എന്താണ്? ഉണ്ടോ? അടുത്തേക്ക് വന്നു അല്ലെ? മയോസിന്റെ അടുത്തേക്ക് വന്നു. എന്തിനു വേണ്ടിയായിരിക്കും? മയോസിന്റെ ഹെഡ് ഇവിടെ വന്ന് നമ്മുടെ ആക്റ്റീവ് ഫിലമെന്റിൽ വന്ന് ബൈൻഡ് ചെയ്യണം. എന്നാലേ എന്ത് സംഭവിക്കത്തുള്ളൂ? കൺട്രാക്ഷൻ അല്ലെ? കൺട്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. ഇതാണ് കണ്ടോ, നമ്മുടെ കൈ മടക്കുന്ന സമയത്ത് നമ്മുടെ മസിലിനുള്ളിൽ നടക്കുന്ന സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ? നോക്കിയേ, റിലാക്സ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്? നമ്മൾ സാധാ പഠിച്ചതുപോലെ എല്ലാം എന്താണ്? നേരെ തന്നെ എല്ലാം ഇരിക്കുവാണ് അല്ലെ? ഇത് കണ്ടോ,
കൺട്രാക്ഷൻ സംഭവിച്ചേക്കും എന്താണ് നോക്കിക്കേ, എല്ലാം എന്ത് വന്നു, അടുത്തേക്ക് വന്നു. ഇറ്റിസോണിന്റെ ആ ഒരു ഏരിയ തന്നെ കുറഞ്ഞു പോയി. അപ്പൊ എന്താണ്, നമ്മുടെ സാർക്കോമിയറിന്റെ ഷോർട്ടനിങ് സംഭവിച്ചു. ഇതാണ് കൺട്രാക്ഷൻ. അപ്പൊ നമ്മൾ എന്താണ് ഇന്ന് കണ്ടത്, മസിൽ കൺട്രാക്ഷനിൽ അല്ലെ നമ്മൾ ഏത് തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞത്, സ്ലൈഡിങ് ഫിലമെന്റ് തിയറിയെ ബേസ് ചെയ്ത് നമ്മൾ മസിൽ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് അവിടെ കൺട്രാക്ഷൻ സംഭവിക്കുന്നു, റിലാക്സേഷൻ സംഭവിക്കുന്നു, ആ സമയത്ത് ATPയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.